ശ്രീ റോണി കെ ബേബി, ഈ 104 പേർ, അതായത് മൊത്തം 410 വീടുകളാണ് സർക്കാർ വെച്ച് നൽകുന്നത്. 516 കുടുംബങ്ങളാണ് ഇതിൽ വീട് നഷ്ടമായത്. ഇതിൽ 410 കുടുംബങ്ങൾക്കാണിപ്പോൾ വീട് ഉയരുന്നത്. 104 കുടുംബങ്ങൾ 15 ലക്ഷം രൂപ വീതം വാങ്ങി വേണ്ട എന്ന് പറഞ്ഞു, വീട് വേണ്ട, സർക്കാരിൻ്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെയോ കോൺഗ്രസിനെയോ ഒക്കെ വിശ്വസിച്ച് പോയവരുണ്ട്. അവരിൽ പലർക്കും അമളി പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചെത്തുന്നു എന്നതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് മാത്രം മതി UDFൻ്റെ വീട് വെച്ച് നൽകലിലെ പരാജയം വ്യക്തമാകാൻ. നമ്മൾ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവിടെ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷ്, അദ്ദേഹത്തിന് നല്ല വായനയുള്ള ആളാണ്, അദ്ദേഹം നല്ല മാധ്യമ പ്രവർത്തകനാണ്, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, കർണാടക സർക്കാർ നൽകിയ 100 കോടി രൂപ എവിടെ പോയി? ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷിന് അറിയാമല്ലോ, കർണാടക സർക്കാർ KPCCക്കോ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലല്ലോ പൈസ നൽകിയത്. ആ പൈസ നൽകിയത് കേരള സർക്കാരിനല്ലേ? അങ്ങനെയാണെങ്കിൽ അത് KPCC അവകാശപ്പെടണ്ടല്ലോ. കർണാടക സർക്കാർ കേരള സർക്കാരിന് നൽകുന്നു. അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വരുന്നത്? അങ്ങനെയാണെങ്കിൽ വകുപ്പ് ന്യായം ഒരു അങ്ങനെ പറയാതെ ജയേന്ദ്ര മാഷ് പറഞ്ഞെന്താ, കർണാടക സർക്കാർ നൽകിയ കാശും 100 വീടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്. 100 വീട് കേരള സർക്കാർ വെച്ച് കൊടുക്കുന്ന പറഞ്ഞത്. കർണാടക സർക്കാർ 100 വീട് വെച്ച് കൊടുക്കാനുള്ള പൈസ കേരള സർക്കാരിന് കൊടുക്കുന്ന പറഞ്ഞത്, അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് വരുമെന്നല്ല പറഞ്ഞത്. അതെവിടെ പോയെന്ന് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് എന്താ? ഞങ്ങൾ പറഞ്ഞത് KPCC 100 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൽ 50 വീടിന്റെ കല്ലിടാൻ പോവാ. ഉള്ള കാര്യം നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ സംശയം റോണി കെ ബേബി, സംശയം 50 വീട് അല്ലല്ല റോണി കെ ബേബി, 50 വീടുകൾ നിങ്ങൾ വെച്ച് നൽകുന്ന ആ 25-ന് ഈ 175 വീടുകളുടെ താക്കോൽ കൈമാറുന്നു സർക്കാർ. അപ്പോൾ നിങ്ങൾ പറയുന്നു 26-ന് തറക്കല്ലിടും. ആർക്കാണ്? 50 വീടുകൾക്ക്, അല്ലേ? അതല്ലേ റോണി കെ ബേബി പറഞ്ഞത്? ഈ വീടുകളുടെ ഗുണഭോക്താവ് ആരാണ്? ഞാൻ പറയാം, സർക്കാരിന്റെ ലിസ്റ്റിൽ വരാത്ത ആളുകൾ, സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആളുകൾ, അവർക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കണക്ക് പറയാം. 516 കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടമാകുന്നത്. 410 പേർക്ക് സർക്കാർ ഇതാ വീട് വെച്ച് നൽകുന്നു. അത് ആദ്യഘട്ടമാണെന്നേ. ആദ്യഘട്ടം 327 അല്ല റോണി കെ ബേബി അങ്ങനെ പറയരുത്. താങ്കൾ പറയുന്നത് ഫാക്ച്വൽ എററാണ്. ഞാൻ പറയുന്നത് കൃത്യമാണ്. 516 അല്ല, 175 വീട് ആദ്യഘട്ടത്തിൽ, 327 വീട് ഇതാ മഴക്കാലത്തിന് മുമ്പ്, ബാക്കിയുള്ളവ അടുത്തത്. അങ്ങനെ മൊത്തം പ്രൊജക്റ്റിലുള്ളത് 410 വീടുകളാണ് അവിടെ ഉയരുന്നത്. നിങ്ങൾക്ക് പോയി നോക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിപ്പോൾ പോയി നോക്കിയ സിദ്ദിഖിനോട് ചോദിച്ചാൽ മതി, സിദ്ദിഖിനോട് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പം ഞാൻ ചോദിക്കുന്ന കണക്ക് ഇവിടെയാണ്. റോണി കെ ബേബി സ്കിപ്പാവരുത്. 516 കുടുംബങ്ങൾക്ക് വീട് നഷ്ടമായി. 410 പേർക്ക് വീട് തയ്യാറാക്കുന്നു സർക്കാർ. അതിൽ 175 കൊടുക്കുന്നത്. 106 പേർ പൈസ വാങ്ങി അവർക്ക് വീട് വേണ്ട എന്ന് പറഞ്ഞു പോയി, നിങ്ങളെ വിശ്വസിച്ച് പോയി. അപ്പോൾ 106. അതിൽ 2 കുടുംബങ്ങൾ ഉന്നതിയിൽ ഉള്ളവരാണ്. അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ പ്രത്യേക വീട് പിടിച്ചു. അതുകൊണ്ട് ആ 2 പേരുടെ കാര്യം മാറ്റിവെക്കാം. 104 പേര് അവർ 15 ലക്ഷം വാങ്ങിപ്പോയി. അപ്പോൾ ഈ 516 പേരുമായി ഇനി ആർക്കാണ് നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നത്? കാരണം കൃത്യമായി അങ്ങ് വെറുതെ ഇങ്ങനെ സ്കിപ്പാവരുത് പ്ലീസ്. താങ്കൾ കട്ട് ആൻഡ് ഡ്രൈഡ് ആയി ഈ കാര്യത്തെ സംബന്ധിച്ച് പറയണം. ഞാൻ പറയാം 500 ഇതിനകത്ത് ഈ കാര്യത്തിൽ പറയൂ. 516 കുടുംബങ്ങൾക്ക് വീട് നഷ്ടമായി. 410 പേർക്ക് സർക്കാർ ഇതാ വീട് വെച്ച് നൽകുന്നു. 106 പേർ പൈസയും വാങ്ങിപ്പോയി. അപ്പോൾ 516 അവിടെ ആയി. ഇനി നിങ്ങൾ ആർക്കാണ് വീട് വെച്ച് കൊടുക്കുന്നത്? അങ്ങേക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
ആ മാനദണ്ഡങ്ങളിൽ പെടാതെ ഏതെങ്കിലും ഒക്കെ നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ വീട് അങ്ങ് അട്ടഹസിക്കാതെ വയനാട്ടിലെ ജനങ്ങളെ അട്ടഹസിക്കരുത്. എനിക്ക് അങ്ങോട്ട് വളരെ വിനീതമായിട്ട് പറയട്ടെ, അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ഇതുപോലെ ഉത്തരവാദിത്തമുള്ള ചാനൽ വന്നിരുന്ന് ഞങ്ങൾ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന ഒരു കാര്യത്തെ ഒരു മിനിമം നിങ്ങൾ കണ്ടെത്തിയ ഭൂമി അത് വാസയോഗ്യമാണോ? അത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും. കൈനച്ചിവി എൻക്വയറി ചെയ്യണ്ട. 3.24 ഏക്കർ സ്ഥലം ഞങ്ങൾ മേടിച്ചു, രജിസ്റ്റർ ചെയ്തു. അത് ആരുടെ പേരിലാണ്? അതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ. സർക്കാർ നൽകുന്ന വീടുകളുടെ ഉടമസ്ഥാവകാശം 7 സെന്റും വീടും പട്ടയം ഉൾപ്പെടെയാണ്. അതായത് ഈ ഗുണഭോക്താവ് അല്ല റോണി കെ ബേബി നല്ല കാര്യം നമുക്ക് അംഗീകരിക്കാം. റോണി കെ ബേബി എന്റെ സംശയം താങ്കൾ ക്ലിയർ ചെയ്യുന്നില്ല. ഞാൻ കൃത്യമായി ഒറ്റ കാര്യം ചോദിക്കട്ടെ, അവിടുത്തെ കച്ചവടക്കാർക്ക് നായ പൈസ കൊടുത്തില്ല. ആര് പറഞ്ഞു തെറ്റ്? വ്യാപാര മേഖലയിൽ കടകൾ നഷ്ടമായവർക്ക് 7 ലക്ഷം. സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഞാൻ പറയുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കുന്ന കാര്യമാണ്. 7 ലക്ഷം. സർവീസ് മേഖല, അതായത് ഈ സർവീസ് മേഖലയിൽ പോയവർക്ക് 10 ലക്ഷം. ഉൽപാദനശാലകൾ നഷ്ടപ്പെട്ടവർക്ക് 20 ലക്ഷം. ഇങ്ങനെ വിഭജിച്ച് നൽകി കഴിഞ്ഞു സർക്കാർ. ഇന്ന് നിങ്ങളുടെ ഉത്തരവ് വന്നു. അത് വിടും, അങ്ങനെ പറയരുത്. താങ്കൾ പറഞ്ഞു അവർക്ക് നൽകിയിട്ടില്ലെന്ന്. ആ സർക്കാരിനൊരു പ്രോസസ് ഇല്ലേ? സർക്കാരിന്റെ പ്രോസസ് അനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റും. എന്റെ സംശയം ഇതാണ് റോണി കെ ബേബി. എന്റെ സംശയം താങ്കൾ തീർക്കുമോ? എന്റെ സംശയം താങ്കൾ തീർക്കുമോ റോണി കെ ബേബി? എന്റെ സംശയം അതായത് ഇന്നിപ്പോ സർക്കാർ നൽകുന്ന 410 വീടുകളിൽ ഭൂമിയും ആ ഉടമസ്ഥാവകാശം പട്ടയമടക്കമാണ് ആ വീട് 7 സെന്റും ആ ഗുണഭോക്താക്കൾക്ക്, ആ ദുരന്ത ബാധിതർക്ക് നൽകുന്നത്. പക്ഷേ നിങ്ങൾ വാങ്ങിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് നൽകും? നിങ്ങൾ വാങ്ങിയത് ആരുടെ പേരിലാണിപ്പോൾ? ഈ കൊടുക്കുന്ന ഭൂമി നിങ്ങൾ പിരിച്ച് എടുത്ത പണം കൊണ്ടാണല്ലോ ഇപ്പോൾ ഭൂമി വാങ്ങിയെന്ന് പറയുന്നത്. ആ ഭൂമി വാസയോഗ്യമാണോ? ആ 50 വീടുകളുടെ ഉടമസ്ഥാവകാശം ആർക്ക് കൊടുക്കും? ആർക്കാണുള്ളത്? പക്ഷേ അപ്പോൾ ഈ വീട് ആരുടെ പേരിലാണ്? ഈ വസ്തുക്കൾ ആരുടെ പേരിലാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത്? നിങ്ങൾ ഈ പട്ടയത്തിന്റെ കാര്യം പറയുന്നത്, നിങ്ങൾ ഈ പറയുന്നത് സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിനകത്ത് പോയി കേസ് നടത്തിയിട്ട് പട്ടയം കൊടുത്ത് വിൽക്കാൻ മാത്രം. ഇത് കൃത്യമായി എന്താ ഞങ്ങൾ ഭൂമിയുടെ നിങ്ങളുടെ കയ്യിലല്ലേ രജിസ്ട്രേഷൻ വകുപ്പ് ഇരിക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ അന്വേഷിക്കുക. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇതിന്റെ ഗുണഭോക്താക്കൾ നിങ്ങൾ 7 സെന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ 8 സെന്റാണ് കൊടുക്കുന്നത്. നിങ്ങൾ 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുമ്പോൾ നിങ്ങൾ 1100 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് കൊടുക്കുന്നത്. പക്ഷേ തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. എവിടെ പോയി? ഇങ്ങനെ ഒരുപാട് യുക്തിരഹിതമായ സംശയങ്ങൾ ഉയരുന്നതിനിടയിൽ നിങ്ങൾ ഇപ്പോഴും അവകാശവാദം പറയുന്നത് ഇനി അത് അങ്ങനെയാണെന്ന് തന്നെ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അത് തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞ എത്ര ദിവസമാണ് തറക്കല്ലിടുന്നത് മാറ്റിയത്? കഴിഞ്ഞ വർഷം അവസാനം ചെയ്യുമെന്ന് പറഞ്ഞു. ഈ മാസം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുമെന്ന് പറയുന്നു. ഇതാ വീണ്ടും 26. കേരള സർക്കാർ 1.5 വർഷം എടുത്തില്ലേ? നിങ്ങളുടെ 750 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 1.5 വർഷം പോയി. നിങ്ങൾ അവിടെ നോക്കി. നിങ്ങൾക്ക് എത്ര പണമാണ് കിട്ടിയത്? നിങ്ങൾക്ക് എത്ര പണമാണ് കിട്ടിയത്? റോണി കെ ബേബിക്ക് എത്ര പണം കിട്ടി? ഈ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും എത്ര പണമാണ് പിരിച്ചത്? കണക്കുണ്ടോ? പക്ഷെ നിങ്ങൾ ഈ കൊടുക്കുന്ന കണക്കും അക്കത്തിലും അക്ഷരത്തിലും യോജിക്കുന്നില്ല. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞോണ്ടിരുന്നത് എവിടെ പോയി പണം, എവിടെ പോയി കണക്ക്, എവിടെ പോയി വീട്? അതിപ്പോഴും ചോദിക്കുന്നു. അംഗീകരിക്കണം, മാന്യത കാണിക്കണം. ഇവിടെ സനീഷ് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4000 വീട്. നിങ്ങളുടെ മന്ത്രിയല്ലേ, നിങ്ങളുടെ മന്ത്രി അബ്ദുൾ റഹ്മാൻ 2017 നിയമസഭാ മന്ത്രി കണക്കാക്കിയിട്ട് പറയാം. വീടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ലക്ഷത്തിൽ പരം വീടുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തത് നിങ്ങളുടെ മന്ത്രി പറഞ്ഞതാ. എന്നിട്ടും വന്ന് ഈ നുണ പറയണോ? 5 ലക്ഷം വീടുകൾ ഉയരുന്ന കണക്ക് പറഞ്ഞപ്പോ അത് സത്യമാണ്. കണക്കുകളിലാണ് സജീഷ് പറഞ്ഞത്, കണക്കുകളിലാണ്.